നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസമാണ് വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനമായും അറിയേണ്ടതായിട്ടുണ്ട്. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് വിഷുക്കണി. വിഷുക്കണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയിലേക്ക് സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ആകർഷിക്കുവാൻ സഹായകരമായ ഒന്നാണ് കണി. എന്നാൽ 15-ാം തീയതിയായ നാളെ ഏപ്രിൽ 15 ബുധനാഴ്ച വിഷുദിനത്തിൽ എപ്പോഴാണ് നിങ്ങൾ കണി കാണേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. അതായത് ഏത് സമയത്ത് കണി കാണുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പരാമർശിക്കാം. മറ്റ് സമയങ്ങളിലും നിങ്ങൾക്ക് കാണാം. എന്നാൽ പരമാവധി സൂര്യോദയത്തിന് മുൻപായി തന്നെ നിങ്ങൾ കണി കാണുവാൻ ശ്രമിക്കണം. സൂര്യോദയത്തിന് മുൻപ് പൂജാമുറിയിൽ വിളക്ക് തെളിഞ്ഞിരിക്കണം എന്നാണ് പറയുക. അതിനാൽ ആ കാര്യം ആദ്യമേ ഓർത്തു വയ്ക്കണം. 15-ാം തീയതി ബുധനാഴ്ചയായ നാളെ ഏപ്രിൽ 14 മേടസംക്രമമായതിനാൽ തന്നെ പിറ്റേന്നായ, അതായത് ഏപ്രിൽ 14 ഇന്ന് മേടസംക്രമമായതിനാൽ പിറ്റേന്ന് 15-ആയ നാളെ സൂര്യോദയത്തിന് മുൻപുള്ള ബ്രാഹ്മമുഹൂർത്തമാണ് ഏറ്റവും ഉത്തമമായ സമയം. ഈ സമയം കണി കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ മഹാഭാഗ്യമാണ്, ഐശ്വര്യപ്രദമാണ് എന്ന് പറയാം. സമയമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വെളുപ്പിന് 4 മണി മുതൽ 6 വരെയുള്ള സമയമാണ്. അതായത് പുലർച്ചെ 4 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് കണി കാണുകയാണ് എങ്കിൽ ഏറ്റവും ഉത്തമം. ഇനി കൃത്യമായി പരാമർശിക്കുകയാണ് എങ്കിൽ നാളത്തെ ബ്രാഹ്മമുഹൂർത്തം വരുന്നത് 4:43 മുതൽ വെളുപ്പിന് 5:30 വരെയുള്ള സമയമാണ്. ഇതാണ് നാളത്തെ ബ്രാഹ്മമുഹൂർത്ത സമയം. ഈ സമയത്ത് നിങ്ങൾ കണി കണ്ടാൽ സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ നാളെ നിങ്ങൾ കണി കണ്ടതിന് ശേഷം നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളെയും സമ്പൽ സമൃദ്ധിയെയും ചോർത്തിക്കളയുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പരാമർശിക്കുകയാണ് എങ്കിൽ ചില തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. ആ തെറ്റുകളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനാൽ തീർച്ചയായും നാളെ ഈ തെറ്റുകൾ നിങ്ങൾ ഒരു കാരണവശാലും വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല, പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യമാണ് എന്ന് നിസ്സംശയം പറയാം. അതിൽ ആദ്യത്തേതായ കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ കുളിക്കാതിരിക്കരുത് എന്ന കാര്യമാണ്. ചിലർക്ക് ഈ കൊല്ലം വിഷു ഉണ്ടാകണം എന്നില്ല. മരണകാരണങ്ങളാലോ പുലവാലായ്മയാലോ വിഷു ഉണ്ടാകണം എന്നില്ല. അത്തരം വ്യക്തികളാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം കുളിക്കാതിരിക്കരുത്. അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ്. അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ അതിരാവിലെ തന്നെ കുളിക്കണം. സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. സൂര്യോദയത്തിന് മുൻപായി തന്നെ കുളിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം വൃത്തിയുള്ള വസ്ത്രം തന്നെ നിങ്ങൾ ധരിക്കണം. അതായത് ഇപ്പോൾ പുതിയൊരു വസ്ത്രം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിൽ ശുഭവസ്ത്രം നിങ്ങൾക്കണിയാം. അതായത് അലക്കി ഉണക്കിയതായ ഒരു വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം. അത് കീറിയതാകാൻ പാടില്ല എന്നതാണ് വാസ്തവം. ആ വസ്ത്രത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. ഇനി അഥവാ നിങ്ങൾക്ക് കോടി വസ്ത്രം ഇന്നേ ദിവസം അണിയുവാൻ സാധിക്കുകയാണ്, ധരിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. സാധിക്കുന്ന ഏവരും പുതിയ വസ്ത്രം തന്നെ ഇന്നേ ദിവസം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഇരട്ടി പോസിറ്റീവായ ഊർജമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ക്ഷേത്ര ദർശനവും ശുഭവസ്ത്രം അണിഞ്ഞുകൊണ്ടുള്ള ക്ഷേത്ര ദർശനം ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം. നിർബന്ധമായും നിങ്ങൾ തെളിയിക്കേണ്ട ഒരു കാര്യമാണ്.
അതിരാവിലെ നിങ്ങൾ തെളിയിക്കണം. അതോടൊപ്പം സന്ധ്യാവേളയിലും നിങ്ങൾ തീർച്ചയായും വിളക്ക് തെളിയിക്കുക. ഇപ്രകാരം വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ഐശ്വര്യമാണ്, സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയും അത് നിലനിർത്തുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം പകലുള്ള ഉറക്കമാണ്. ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പോസിറ്റീവായ ഊർജത്തെ ചോർത്തിക്കളയുന്ന, നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പകലുള്ള ഉറക്കം. തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. പകൽ ഉറങ്ങാൻ പാടുള്ളതല്ല. ക്ഷേത്ര ദർശനം ഇന്നേ ദിവസം പരമാവധി നടത്തുവാൻ ശ്രമിക്കണം. അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന കാര്യവും ഓർക്കുക. ക്ഷേത്ര ദർശനം നടത്തണം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ മധുരം തയ്യാറാക്കണം. തീർച്ചയായും സദ്യക്കൊപ്പം പായസം ഉണ്ടാകുന്നതാണ്. അതിനാൽ പായസമോ മറ്റു മധുര പലഹാരങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കാം. ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് പോലും ശുഭഫലം പ്രദാനം ചെയ്യും. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. ഇനി അഥവാ നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇല്ല എങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് എങ്കിലും ഇന്നേ ദിവസം അപ്രകാരം വളരെ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും പോസിറ്റീവായ ഊർജത്തിന് സഹായകരമായി തീരും. കൂടാതെ ഇന്നേ ദിവസം വീടും പരിസരവും ശുദ്ധിയാക്കുക എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. മുൻപത്തെ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന ആ കാര്യം തീർച്ചയായും ചെയ്യണം. അതിനൊന്ന്, നിങ്ങളുടെ പൂജാമുറിയിലെ ചിത്രങ്ങൾ പച്ചക്കർപ്പൂരം, ഒരു നുള്ളു പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ജലത്തിലിട്ട് ആ ജലം കൊണ്ട് നിങ്ങളുടെ ചിത്രങ്ങൾ, പൂജാമുറിയിലെ ചിത്രങ്ങൾ, കണിക്ക് ഉപയോഗിക്കുന്നതായ വിഗ്രഹങ്ങൾ തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതായിരുന്നു. ആ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഐശ്വര്യം ഇരട്ടിപ്പിക്കുവാനാണ് ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടത്. പ്രധാന വാതിൽ അതിരാവിലെയും വൈകുന്നേരവും തുറന്നിടണം. പ്രധാന വാതിൽ മാത്രമല്ല, ജനലുകളും ഇന്നേ ദിവസം പരമാവധി തുറന്നിടണം. അതിരാവിലെ തുറന്നിടണം. സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ജനലുകൾ അടയ്ക്കാം. എന്നാൽ പ്രധാന വാതിൽ സന്ധ്യാസമയത്തും തുറന്നു കിടക്കണം എന്ന കാര്യം ഓർക്കുക. അതിനാൽ അതിരാവിലെയും സന്ധ്യാസമയത്തും പ്രധാന വാതിൽ അടച്ചിടാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം മുതിർന്നവർ, കുട്ടികൾ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയാണ് എങ്കിലും മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അവരുടെ കണ്ണീരിനോ വിഷമങ്ങൾക്കോ നിങ്ങൾ ഒരു കാരണവശാലും കാരണമാകാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനാൽ തീർച്ചയായും ആ കാര്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒന്നുകൂടിയാണ്. കൂടാതെ നെഗറ്റീവായ വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം വരുന്നതായ രീതിയിൽ, മനസ്സിനെ വല്ലാതെ ബാധിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇന്നേ ദിവസം പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ആ ഐശ്വര്യപ്രദമായ ദിവസം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഐശ്വര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ അധിക്ഷേപിക്കുക, വാക് തർക്കങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ തർക്കങ്ങൾ, കലഹങ്ങൾ ഉണ്ടാവുക എന്നതെല്ലാം ദോഷകരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതിന് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. കൂടാതെ ഇന്നേ ദിവസം പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതും വളരെ ശുഭകരമായ കാര്യം തന്നെയാണ്. അതും നിങ്ങളുടെ ഐശ്വര്യ വർധനവിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും സഹായകരം തന്നെയാണ്. ഏവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു.